മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം കഥകൾ ചലച്ചിത്രമാക്കിയ സംവിധായകൻ എം കൃഷ്ണൻ നായരാണ് എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടിക്കുപ്പായമാണ് അതിൻ്റെ തുടക്കം. അത് 1964 ആരംഭിച്ച് 65 പൂർത്തിയായ പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. 65 പുള്ളിമാനല്ല മയിലല്ല എന്നുള്ള പാട്ട് ഒരു ഓൾ ടൈം ഹിറ്റ് എന്ന് പറയാവുന്ന മലയാളത്തിലെ എക്കാലത്തെയും വിലപ്പെട്ട ഒരു ഒപ്പന, ഒരു സ്റ്റാൻഡേർഡ് ഒപ്പനയാണത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒപ്പന സംഗീതം പോയിട്ടില്ലെന്ന് പറഞ്ഞാലും അതിനകത്ത് തെറ്റില്ല. ഈ പാട്ട് ശരിക്കും ഒപ്പന പാട്ടുകൾ എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് കുട്ടിക്കുപ്പായത്തിലെ ഈ ഗാനത്തിലൂടെയാണ്. അപ്പം എല്ലാ ഈശ്വരിയമ്മയും കോറസും ചേർന്നിട്ടുള്ള പാട്ടാണത്. അത് പാട്ട് നമ്മളിപ്പോൾ ഒരു ഒപ്പന പാട്ട് എന്ന് പറയുമ്പം ഹാപ്പി മൂഡിലുള്ളൊരു പാട്ടാണല്ലോ. അപ്പം നല്ല സന്തോഷമായിട്ട് നമ്മൾ വിഷ്വലില്ലാണ്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും അവിടെ നടക്കണമെന്നൊക്കെ ആയിരിക്കും നമ്മുടെ വിഷ്വലിൽ. പക്ഷേ കഥയ്ക്കനുസരിച്ച് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു നായിക, ആ നായികയുടെ ചുറ്റിലും സന്തോഷമായിട്ട് ഒപ്പന കളിക്കുന്ന ഒരു സോങ്ങാണ്. പുള്ളിമാനല്ല മയിലല്ല മധുര കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ മാരി വില്ലൊത്ത പെണ്ണാണ്. പുള്ളിമാനല്ല മയിലല്ല മധുര കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ മാരി വില്ലൊത്ത പെണ്ണാണ്. പൊട്ടിച്ചിരിക്കുന്ന മുത്തുകൂടമാണ് പത്തരമാറ്റുള്ള പൊന്നാണ് പെണ്ണ് പത്തരമാറ്റുള്ള പൊന്നാണ്. പുള്ളിമാനല്ല പുള്ളിമാനല്ല മയിലല്ല മധുര കരിമ്പല്ല മാരി വില്ലൊത്ത പെണ്ണാണ് ഇവൾ മാരി വില്ലൊത്ത പെണ്ണാണ്. കൃഷ്ണൻ നായരുടെ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ പൊൻവിളയില്ലെങ്കിലും എന്ന ഗാനം, ഉദയഭാനുചേട്ടൻ്റെ ഈ ഗാനവും വളരെ ഹിറ്റ് ഗാനമാണ്, വളരെ പോപ്പുലറാണ്. അതിനകത്തെ ഭാസ്കര മാഷയുടെ വരികൾ, ബാബുരാജിൻ്റെ സംഗീതവും, ഇത് അതിനകത്ത് ഒരു എന്താ പറയുക, ചില കാര്യങ്ങൾ, ഇപ്പോൾ അള്ളാഹുവിനെ തന്ന ദുഃഖം, അതില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ മറക്കില്ലേ എന്ന് ചോദിക്കുന്ന അത്തരം ചില കാര്യങ്ങൾ ഈ ഒരു പ്രേമഗാനം ആണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് പ്രേമഗാനമായിട്ടാണത് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ഒരു സീനായിരിക്കാം അത്. എന്നാലും അതിനകത്ത് ഈ തരം തത്വങ്ങൾ വളരെ ഭംഗിയായിട്ട് ഭാസ്കര മാഷ് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു വലിയൊരു സവിശേഷത. അല്ലാഹു വെച്ചതാ മല്ലലൊന്നില്ലയിൽ അല്ലാഹുവേ തന്നെ മറക്കില്ലേ. അല്ലാഹു വെച്ചതാ മല്ലലൊന്നില്ലയിൽ അല്ലാഹുവേ തന്നെ മറക്കില്ലേ. നമ്മൾ അല്ലാഹുവേ തന്നെ മറക്കില്ലേ. എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിനെ വെറുക്കില്ലേ. എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിനെ വെറുക്കില്ലേ. നമ്മൾ സ്വർലോകത്തിനെ വെറുക്കില്ലേ. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. ഇതിൽ AP കോമള പാടിയ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ എന്നൊരു ഗാനമുണ്ട്. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു 4ാമത്തെ വയസ്സിലേക്ക് ഞാൻ തിരിച്ചു പോകേണ്ടി വരും. എൻ്റെ ബട്ടൺ റീവൈൻഡ് ചെയ്യേണ്ടി വരും. കാരണം നിലമ്പൂരിൽ എൻ്റെ നാട്ടിലാണ് ഈ പാട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാറക്കടവ് എന്ന് പറയുന്ന കടവിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന കുറേ സ്റ്റെപ്പുകളുണ്ട്, കുറേ പടവുകളുണ്ട്. ആ പടവിൻ്റെ മുകളിലൂടെയാണ് ഷീലാമ്മ ഇങ്ങനെ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനേ എന്നുള്ള മനോഹരമായ AP കോമള പാടിയ ഗാനം പാടി ആ രംഗത്തിലൂടെ അഭിനയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ